ദീപക് എന്ന് പറഞ്ഞ ഒരാൾ മരിച്ചപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനമായോ? ഒരു കണക്കിന് അയാൾ മരിച്ചതന്നെ നല്ല കേട്ടോ. കാരണം എന്താണെന്ന് അറിയോ? നാണം കെട്ട് ജീവിക്കണേക്കാട്ടും നല്ലത് മരിക്കുന്നതാ. നാണം കെട്ട് ജീവിക്കണേക്കാട്ടും നല്ലത് മരിക്കുന്നത് തന്നെ. സമാനമായിട്ടുള്ള 2, 3, 4 കേസുകൾ ഇതിൻ്റെ മുന്നേ ഉണ്ടായിട്ട് പോലും നല്ലൊരു ആക്ഷൻസ് ഇതിൻ്റെ മുന്നേ ഒരു നിയമവും എടുക്കാത്തതുകൊണ്ടാണ് ആ പാവം നിന്ന് പോയാണ്ട് തൂങ്ങിച്ചത്തിട്ടുള്ളത്. ഇതിന്ന് ഞാൻ നിൽക്കുന്ന രാജ്യത്ത് ഇന്ന് ഞാൻ കണ്ടിട്ടുള്ളൊരു പോസ്റ്റാണ്. ഒരാളെ പെർമിഷൻ ഇല്ലാതെ ഒരു ഫോട്ടോ എടുത്തതിനാണ് 25,000 ദിറംസ് ഫൈന് വന്നിട്ടുള്ളത്. 25,000 ദിറംസ് ഫൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറൗണ്ട് ഇന്നത്തെ നാട്ടിലത്തെ 6 ലക്ഷം രൂപ. ഒരാളെ സമ്മതമില്ലാതെ ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതിനാണ് 6 ലക്ഷം റുപ്യ ഫൈൻ വന്നിട്ടുള്ളത്. ഒരാളെ പെർമിഷൻ ഇല്ലാതെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടാണ് ഒരു കുടുംബത്തിൻ്റെ അത്താണിയാണ് ഈ പറയുന്നത് ദീപക്. പ്രായമായിട്ടുള്ള അച്ഛനും അമ്മയും അവർ അന്നത്തിൽ പോയിട്ട് പോയി വാരിട്ടിട്ടുള്ളത് ആരാ ചെയ്തിട്ടുള്ളത്? നാട്ടിലത്തെ സോഷ്യൽ മീഡിയയിലെ കണ്ടൻറ് ക്രിയേറ്റേഴ്സ് അല്ലേ? നിങ്ങൾക്കൊക്കെയാണ് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ എടുത്ത് ഡോളർ മേടിക്കണേക്കാട്ടും നല്ലത് കുറച്ച് കൺമഷിയും പൗഡറും മേക്കപ്പൊക്കെ ഇട്ടുകൊണ്ട് വല്ലവരെയും കൂടെ പോയി കിടന്നു കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 നേരം അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കാം. ഒരാളെ ജീവിതം ഇല്ലാണ്ടാക്കിയിട്ടല്ല ഡോളർ മേടിക്കേണ്ടത്. ഇതേ സമാനമായിട്ടുള്ളൊരു കേസ് ഞാൻ ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സംഭവം. കാരണം 2 വർഷം മുന്നേ എൻ്റെ മക്കൾക്ക് 100, 120, 130 കോടി ജനങ്ങൾ താമസിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തിൽ എൻ്റെ 2 മക്കൾക്ക് ജീവിക്കാനുള്ളൊരു വകുപ്പില്ലാത്തതുകൊണ്ട്, സേഫ്റ്റി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ 2 മക്കളെയും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് ദുബായ്ക്ക് വന്നതാണ്. വന്നിട്ട് നിൽക്കൊക്കെ 3 വർഷമാവാനായി. ആ വന്ന അന്ന് മുതൽ എന്നെ സോഷ്യൽ മീഡിയയിൽ കൂടെ ഒരുപാട് റിയാക്ടേഴ്സ് സ്വന്തം ഈ മക്കളെ ഉമ്മ തന്നെ, എൻ്റെ എക്സ് വൈഫായിട്ടുള്ള ഈ മക്കളെ ഉമ്മ തന്നെ വളരെ മോശമായിട്ട് ഞാൻ പോലും ജീവിതത്തിൽ ചെയ്യാത്ത കാര്യങ്ങൾ അവളും അവളെ ഫാമിലിയും അവളും അവളെ ആങ്ങളെയും അടിച്ചിറക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു സത്യം. ഞാൻ ഇന്നിപ്പോൾ ഇങ്ങനൊരു അനുഭവം വന്നപ്പോഴാണ് ഞാൻ ഇത് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഷെയർ ചെയ്യില്ല. എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട്. എന്തിനറിയോ? ദേ പോണ ആ പെണ്ണുപിടി, എൻ്റെ മക്കളും പെണ്ണുപിടിയനും. സത്യം. ഞാനിവിടെ ഷാർജയിലുള്ള സഫാരി മാളിൽ പോയപ്പോഴാണ് തോന്നുന്നു ഒരാളിങ്ങനെ പറയണത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ എക്സ് വൈഫ് അവളെ ഒരാങ്ങളെയും പാടെ കൂടിയിട്ട്, ബ്രദറും പാടെ കൂടിയിട്ട് വളരെ മോശമായിട്ട് അടിച്ചിറക്കിയതാണ് അതൊക്കെ. ഇതുണ്ടോ, ഞാൻ എൻ്റെ മക്കളെ വിൽക്കാൻ കൊണ്ടുവന്നു, ഞാൻ എൻ്റെ മക്കളെ ദേഷ്യപ്പണിക്ക് കൊണ്ടുവന്നു, ഞാൻ എൻ്റെ കാമം തീർക്കാൻ എൻ്റെ മോളെ കൂടെ കിടക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായിട്ട് അടിച്ചിറക്കിയിട്ടുണ്ടായിരുന്നു എൻ്റെ എക്സ് വൈഫ്. ഞാൻ പലപ്പോഴായിട്ട് ഞാൻ ചിന്തിക്കാറുണ്ടായിരുന്നു, ഒരു ടിക്കറ്റ് കൊടുത്താണ്ട് നാട്ടിൽ പോയാണ്ട് ഇത് ചെയ്തവനും അല്ലെങ്കിൽ ഇത് ചെയ്തത് ആരാണെന്ന് വെച്ചാൽ അതിൻ്റെ പള്ളക്ക് കത്തി കയറ്റിയിട്ട് 12 കൊല്ലം ജയിലിൽ പോയി കിടക്കുകയാണെന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ളതാണ്. അന്ന് ഞാനിതിങ്ങനെ ഓവർ തിങ്കായിട്ട്, കാരണം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. സോഷ്യൽ മീഡിയയിലാണെങ്കിൽ അത്രയും മോശമായിട്ടുള്ള കമൻറ്റുകളും അതുപോലെ തന്നെ ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത കോലത്തിൽ അടിച്ചിറക്കിയിട്ടുണ്ടായിരുന്നു. എൻ്റെ എക്സ് വൈഫിന് ഇൻസ്റ്റഗ്രാമിൽ റീച്ചിന് വേണ്ടിയിട്ട് ചെയ്തതാട്ടോ അവർ. ഇൻസ്റ്റഗ്രാമിൽ ഇത് കണ്ടോ, ഞാൻ പോലും ജീവിതത്തിൽ കാണാത്തൊരു പെണ്ണിൻ്റെ കൂടെയാണ് ഞാൻ 12 കൊല്ലം ജീവിച്ചതെന്ന് പറഞ്ഞിട്ട് അടിച്ചിറക്കിയതാണ്. ആ ഒരു പെണ്ണിൻ്റെ മാനവും ഈ എക്സ് വൈഫ് കളഞ്ഞു. എന്നിട്ട് എൻ്റെ മക്കൾക്ക് ജീവിക്കാനും എനിക്ക് ജീവിക്കാനും പറ്റാണ്ടായിട്ട് അവർ കൊടുത്തിട്ടുള്ള 8-10 കള്ളക്കേസിൽ ഞാൻ അതിനെ ഡിഫെൻഡ് ചെയ്ത് വളരെ കൂളായിട്ട്, എൻ്റെ മക്കൾക്ക് നാട്ടിൽ ജീവിക്കാൻ പറ്റൂല, വളരെ വ്യക്തമായിട്ടുള്ള സകല പ്രൂഫുകളും ഞാൻ കേരളത്തിലുള്ള മലപ്പുറം കുടുംബ കോടതിയിൽ എല്ലാ ഡോക്യുമെൻസും എല്ലാ ഫയലും വിത്ത് തെളിവ് സഹിതം കൊടുത്തിട്ടും കോടതി പറയാണ് കുട്ടികളെ തള്ളക്ക് കൊടുക്കുകയാണ്. സത്യം, കുട്ടികളെ തള്ളക്ക് കൊടുക്കുകയെന്ന് പറഞ്ഞിട്ട് വിധി വന്ന് അവർ കുട്ടികളെ കിട്ടണമെന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തപ്പം ഞാൻ എന്ത് ചെയ്ത്, കുട്ടികളെ എനിക്ക് കൊടുക്കാൻ പറ്റില്ല, കാരണം കുട്ടികൾ സേഫല്ല, ഇന്ന വിഷയങ്ങളുണ്ട്, ഇന്ന തെളിവുകളുണ്ട് എന്ന് പറഞ്ഞിട്ട് പോലും അത് വായിച്ച് പോലും നോക്കാതെ ജഡ്ജി ഓർഡർ ഇട്ടിക്കുക. എന്തിനാലോ കുട്ടികളെ തള്ളക്ക് കൊടുക്കാൻ. ഞാൻ ആ കേസ് വീണ്ടും റീ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈക്കോടതി കൊടുത്ത്, ഈ നാട്ടിൽ വന്ന് ജീവിക്കണം, മക്കൾക്ക് തിന്നാൻ കൊടുക്കണം, ഞാൻ ജോലിക്ക് പോകണം, വാടക കൊടുക്കണം, പല കാര്യങ്ങളുണ്ട്.
എന്നിട്ട് പോലും ഞാൻ ഈ മക്കളെ വിട്ടുകൊടുക്കാത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ അതെനിക്കറിയാം, ഈ മക്കളെ കൊല്ലാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാനുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ മക്കളെ കൊല്ലാൻ വേണ്ടിയിട്ട് ആര്? സ്വന്തം ഉമ്മ തന്നെ, സ്വന്തം ഈ പ്രസവിച്ച ഉമ്മ തന്നെ, അല്ലാണ്ട് കുട്ടികളോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല. എന്നിട്ട് കോടതി എന്താ പറഞ്ഞതെന്ന് അറിയോ? കുട്ടികളെ തള്ളക്ക് വിട്ടുകൊടുക്കാൻ. എന്നിട്ട് വീണ്ടും ഞാൻ പൈസ കൊടുത്തുകൊണ്ട്, ഹൈക്കോടതിയിൽ പൈസ കൊടുത്തുകൊണ്ട് വീണ്ടും ഞാൻ ആ കേസ് റീഓപ്പൺ ചെയ്ത്. എന്തുകൊണ്ട് ജഡ്ജി ഞാൻ കൊടുത്ത തെളിവുകൾ, ഞാൻ തെളിവ് കൊടുത്തത് വളരെ ജെന്യൂനായിട്ടുള്ള തെളിവുകളാണ്. അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും ഒന്ന് വായിച്ച് നോക്കിയിട്ടെങ്കിലും എന്ത് ചെയ്യണം, കോടതി അതിന് വിധി തരണമാണ്. എന്നിട്ട് പിന്നെ ആ ഒരു കേസ് ഞാൻ ഹൈക്കോടതി കൊണ്ടുപോയി കൊടുത്തു. വീണ്ടും എക്സ്പാർട്ടി ആയിട്ടുള്ള കേസ് ഞാൻ വീണ്ടും റീഓപ്പൺ ചെയ്ത് ഈ മക്കൾക്ക് വേണ്ടിയിട്ട്. എന്നിട്ടും പിന്നെയും ഉപദ്രവിക്കുക, പിന്നെയും ഉപദ്രവിച്ച് ഇപ്പോൾ ഇതാക്കണ് എൻ്റെ നാട്ടിലുള്ള പോലീസ് സ്റ്റേഷൻ, കാളികാവ് പോലീസ് സ്റ്റേഷനിൽ അടുത്ത ഈ കൊടുത്തിട്ടുള്ള സകല കേസുകളും സിവിൽ കേസായതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒരു സൈബർ ക്രൈം കേസിൻ്റെ തലയിലിട്ടിട്ട് എന്നെ ഇവിടുന്ന് ഡീപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, എക്സ് വൈഫ് ചെയ്യുന്നതാണ്, ഡീപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ കൂടെ വീണ്ടും എന്നെ പ്രൊവോക്ക് ചെയ്ത് എൻ്റെ പേരിൽ വീണ്ടും കള്ളക്കേസ് കൊടുത്തുകൊണ്ട് കാളിയ പോലീസ് സ്റ്റേഷനിലുള്ള അസ്ലം എന്ന് പറഞ്ഞിട്ടുള്ളൊരു അസ്ലം എൻ്റെ നമ്പർ, അവർക്കൊക്കെ ഞാനിതിൻ്റെ കാളിയയിലുള്ള SI ആണെങ്കിലും അതുപോലെ തന്നെ മലപ്പുറം അതേമാതിരി കാളിയയിലുള്ള CI ആണെങ്കിലും ഒരു പോലീസുകാരനോട് ഞാൻ മാന്യമായിട്ട് എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നറിയോ? നിങ്ങളിത് എൻ്റെ എക്സ് വൈഫ് ചെയ്യുന്ന തെമ്മാടിത്തരാണ്, ഞാനല്ലത് ചെയ്യുന്നത്. എന്നിട്ട് പോലും ആ ഒരു വോയിസോ അല്ലെങ്കിൽ ആ കോൾ എടുത്തിട്ട് എൻ്റെ പരാതി പോലും കേൾക്കാൻ കൂട്ടാക്കാത്ത പോലീസുകാരും എൻ്റെ സകല തെമ്മാടിത്തരം ചെയ്ത് എൻ്റെ വൈഫിന് കൂട്ടുനിന്നിട്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് കേസ് എന്നെ ഇവിടുന്ന് എൻ്റെ പേരിൽ ലൂക്കൗട്ട് നോട്ടീസ് അടിച്ചിട്ട് എന്നെ നാട്ടിൽ ജയിലിലിടാനുള്ള പരിപാടിയാണ് സംഭവം. എനിക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ല എന്താണ് നാട്ടിലത്തെ നിയമം. ഇതിലൊക്കെ പെട്ടു നോക്കണം കേട്ടോ, സത്യം ഇതിലൊക്കെ പെട്ട് നോക്കണം നിങ്ങളൊക്കെ. ഞാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന പൈസ മുഴുവൻ ഈ കേസിന്, ഞാൻ ഒരു കേസ് പോലും ഞാൻ കൊടുത്തിട്ടില്ല എൻ്റെ എക്സ് വൈഫിൻ്റെ പേരിൽ. കാരണം എന്താണെന്നറിയോ? സത്യത്തിൽ നമ്മൾ അത് വിട്ട് പൊയ്ക്കോട്ടെ, എങ്ങനെയൊക്കെ ജീവിച്ച് പോയിക്കോട്ടെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. എന്നാലും എന്താണ്, 2 പൈതങ്ങൾ എൻ്റെ കയ്യിൽ ഉണ്ടായതുകൊണ്ട് ഐറ്റങ്ങളെങ്കിലും ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് പോകുന്നത് അങ്ങോട്ട്. ഇതൊരു ഇമോഷണലായിട്ട് പറയല്ല, ഞാൻ ലൈഫിൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. ഞാൻ പോലും ജീവിതത്തിൽ കാണാത്ത പെണ്ണുങ്ങളെ ഫോട്ടോസ് ഇട്ടിട്ട് ഞാൻ ഇവരെ കൂടെയാണ് ജീവിക്കുന്നത് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയ കൂടെ തള്ളി വിടുമ്പം ഇത് കാണുന്ന നമ്മളെത്ര ആളുകൾ നമ്മളങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും ഇല്ലേ? എത്ര ആളുകൾ കാണുന്നുണ്ടാവും, അറിയുന്നുണ്ടാവും. സോഷ്യൽ മീഡിയയിൽ എത്രയോ ആളുകളെടുത്ത് എൻ്റെ എക്സ് വൈഫിൽ ഇതേണ്ടോ, എക്സ് വൈഫ് പല ആളുകളടുത്ത് പോയിട്ട് എന്നെ മോശമാക്കി പറഞ്ഞിട്ട് റിയാക്ടേഴ്സുകൾ ഇവിടെ കിടന്ന് റിയാക്ട് ചെയ്യാറുണ്ട്. ഒരുപാട് ആളുകൾ യൂട്യൂബിൽ എനിക്കെതിരെ റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആളുകൾ. ഈ ചെയ്ത ഒരാൾക്ക് പോലും ഒരു സത്യസന്ധത അറിയില്ല. അവർക്കൊക്കെ ഡോളറാണ് വേണ്ടത്. സത്യം, അവർക്കൊക്കെ ഡോളറാണ് വേണ്ടത്. ഞാൻ ഇന്ന് ആ ഒരു പയ്യൻ ഒരാൾ മരിച്ചപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് കാലം മുന്നേ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു നോക്കുകയായിരുന്നു. ഞാൻ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ എന്നെ വളരെ മോശമായിട്ട് ഇങ്ങനെ കാണുമ്പോൾ ചാവാനൊന്നും എന്നെ കിട്ടുമൊന്നുമില്ല. എന്നാലിപ്പോൾ നമുക്ക് ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് ഞാൻ അത് ചെയ്തിട്ടില്ല എന്നുള്ളത്. അടിച്ചിറക്കി എന്തോരാണ് അറിയോ? ഞാൻ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി, കുട്ടികളെ മിഠായി മേടിച്ചുകൊണ്ടുപോയി കൊടുത്തു, കുട്ടികളെ വേശിപ്പണിക്ക് കൊണ്ടുപോയി. എന്തിന് പറയണേ? ഞാൻ ഈ കുട്ടികളെ ഉമ്മ തന്നെ ഞാൻ എൻ്റെ കാമം എൻ്റെ മോളെടുത്ത് തീർക്കുമെന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ്. എന്തായാലും ജീവിതം പോയി, നഷ്ടപ്പെട്ടതിൻ്റെ വില അറിയുള്ളൂ. മറ്റുള്ള ആളുകളെ ജീവിതം നഷ്ടപ്പെടുത്താതിരിക്കുക, മറ്റുള്ള ആളുകളെ ലൈഫിലോട്ട് പാളി വെക്കാണ്ടിരിക്കുക. അത് നമ്മൾ ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ കേരളത്തിലുള്ള പല ആളുകളുടെയും ഒരു സ്വഭാവമാണ്. സ്വന്തം ജീവിതമല്ല നോക്കുന്നത്, മറ്റുള്ള ആളുകളെ ജീവിതമാണ് പാളി വെക്കുന്നത്. സ്വന്തം വീട്ടിൽ തടുപ്പ് പുകയുന്നത് ആരും നോക്കുന്നില്ല. മറ്റുള്ളവൻ്റെ വീട്ടിൽ എന്താണ് പുകയുന്നത്, അവിടെ എന്താ ഉണ്ടാക്കിയെന്നുള്ളത് മാത്രമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനൊക്കെയാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പീക്ക് ലെവലിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പീക്ക് ലെവലിൽ
ഒരു ടിക്കറ്റ് എടുത്തുകൊണ്ട് നാട്ടിൽ പോയാണ്ട് ഇതെല്ലാം ചെയ്ത് കൂട്ടിയ ആരാണ് വെച്ചാൽ അതിനെ തീർത്തിട്ട് 12 കൊല്ലം സമാധാനത്തോടു കൂടി ജയിലിൽ കിടക്കണ ഈ കാര്യം ഇതിലൊക്കെ നല്ലതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. എന്നാൽ എന്നെക്കാളും കൂടുതൽ എൻ്റെ 6 വയസ്സായിട്ടുള്ള മോള് പലപ്പോഴായിട്ട് പറയലുണ്ട്, എല്ലാം ശരിയാവും, ഇപ്പച്ചി നാട്ടിൽ പോകണ്ടാണ് പറഞ്ഞിട്ടാണ് ഞാൻ നിൽക്കുന്ന സംഭവം. കാരണം വളരെ ഇതിങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ ഇത്രയും ലെങ്ത്ത് കൂടിയിട്ടുള്ളൊരു വീഡിയോസ് ഇടാൻ തന്നെ ഇതാണ് കാരണം കേട്ടോ. സംഭവം വളരെ മോശമായിട്ട് സോഷ്യൽ മീഡിയയിൽ നമ്മൾ ചെയ്യാത്ത തെറ്റുകൾ വിളിച്ച് പറഞ്ഞിട്ട്, എന്നിട്ട് പിന്നെ ഇതെല്ലാം അവർ തന്നെ വീഡിയോസ് ഇട്ടിട്ട് അവർ തന്നെ തമ്മാടിത്തര കമൻ്റ് ഇട്ടിട്ട് സഹി കെട്ടിട്ട് റിയാക്ട് ചെയ്യുമ്പം, അല്ലെങ്കിൽ അതിന് മറുപടി കൊടുക്കുമ്പം അത് താങ്ങി പിടിച്ചുകൊണ്ട് വേറെയുള്ള റിയാക്ടേഴ്സ് സ്വന്തം ഭാര്യനെ അപമാനിച്ചുകൊണ്ട് വീഡിയോ ഇട്ട് റീച്ചാക്കിന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തിരിക്കണം, വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ വളരെ വ്യക്തമായിട്ടുള്ള ജെനുവിനായിട്ടുള്ള അല്ലെങ്കിൽ വിത്ത് എവിഡൻസോട് കൂടിയാണ് ഞാൻ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോയതും കേരളത്തിലുള്ള കോടതിയിൽ ഇത് ഞാൻ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന് പ്രൂഫ് കൊടുത്തതും ഒന്നും നമ്മളെ കേരളത്തിലുള്ള ഗവൺമെൻറ്റും കേരളത്തിലുള്ള കോടതിയൊന്നും സ്വീകരിച്ചിട്ടില്ല സംഭവം. എനിവേ ഈ എന്താ പറഞ്ഞതെന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്കും അറിയാം, അല്ല നിങ്ങൾക്ക് അറിയണമെന്നുള്ളത് എനിക്കറിയില്ല, ഞാനെന്താ പറഞ്ഞുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് മറ്റുള്ള ആളുകളുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുക, കയറിയിട്ട് കളിക്കാതിരിക്കുക, സ്വന്തം നല്ല നല്ല വീഡിയോസുകൾ ഇട്ടിട്ട് മുന്നോട്ട് പോവുക. സൈബർ ക്രൈം എന്ന് പറയുന്നത് വലിയൊരു ആറ്റം ബോംബായിട്ട് ഇന്നല്ലെങ്കിൽ നാളെ ഇന്ത്യയിൽ ഇത് പടരും. അപ്പം അതിനൊക്കെ ഇപ്പം തന്നെ ഗവൺമെൻറ്റും നിയമപാലകരൊക്കെ എന്ത് ചെയ്യുക, നല്ല നല്ല റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ചാൽ ഒരുപാട് സന്ദീപുമാർ ഇനി മരിക്കൂല, ഒരുപാട് കുടുംബങ്ങൾ പട്ടിണിയാവില്ല, ഒരുപാട് ആളുകളെ മാനം നഷ്ടപ്പെടില്ല, നഷ്ടപ്പെട്ടു പോയ മാനം തിരിച്ചെടുക്കാൻ പറ്റില്ല. സോ അതുകൊണ്ട് നാട്ടിലുള്ള ഓരോ വ്യക്തികളും ജീവിക്കുന്നത് നാട്ടിലുള്ള നിയമത്തിൻ്റെ പവറിലാണ്. ഞാൻ വീണ്ടും പറയണതാക്കണ്, ഒരാളെ പെർമിഷൻ ഇല്ലാതെ UAE എന്ന് പറഞ്ഞ രാജ്യത്ത് ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതിനാണ് 25,000 ദിറംസ് ഇവിടെ ഫൈൻ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു നിയമവും ഇല്ലാത്ത ഇന്ത്യയിൽ ഒരു വ്യക്തിൻ്റെ പെർമിഷൻ ഇല്ലാതെ വളരെ മോശമായിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്തതിനാണ് ഒരു കുടുംബത്തിൻ്റെ അത്താണിയായിട്ടുള്ള ദീപക് സൂയിസൈഡ് ചെയ്തിട്ടുള്ളത്. ചിലപ്പോൾ ആ ഒരു വ്യക്തിൻ്റെ വീഡിയോസിൽ ആ ഒരു പെണ്ണിനെ തട്ടുന്നത് പൊതുമരാമത്ത് വകുപ്പിൻ്റെ മെയിൻ റോട്ടിൽ ചിലപ്പോൾ കുണ്ടും കുഴി ഉണ്ടായിട്ട് ആ കുണ്ടിൽ ചിലപ്പോൾ ബസ് ചാടിയപ്പോഴേക്കാരം ചിലപ്പോൾ തട്ടിയിട്ട് ആ സ്ത്രീൻ്റെ മേത്ത് തട്ടിയിട്ട് അത് വളരെ മോശമായിട്ട് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ട് പോസ്റ്റ് ചെയ്യുമ്പം ആ ജോലി ചെയ്യുന്ന സന്ദീപിന് ഒരു ഫാമിലി ഉണ്ട്, അയാൾക്ക് സൊസൈറ്റിയിൽ ഒരു വില ഉണ്ടാവും, അയാൾക്ക് പ്രായമായിട്ടുള്ള അച്ഛനമ്മ ഉണ്ടാവും, അതുപോലെ തന്നെ അയാൾ ഡിവോഴ്സാണ് എന്തോ കേസ് പല കാര്യങ്ങളും നടക്കുന്നുണ്ടാവും. ദൈവത്തെ ഓർത്ത്, പടച്ചോനോർത്ത്, കർത്താവിനോർത്ത് ഇതുപോലത്തെ മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. കാരണം ഇതെൻ്റെ ലൈഫിലുള്ളൊരു അനുഭവം കൂടിയാണ് ഞാൻ ഈ വീഡിയോ ഇട്ടിട്ടുള്ളത്. അപ്പം ഞാനേതായാലും ചാവാനൊന്നും പോകണമെന്നില്ല. ഇത്രയും അനുഭവിച്ച സ്ഥിതിക്ക് 1-2 ആൾക്കാരെ കൊന്നിട്ട് ഞാനും വരുന്നുണ്ട് കാളിയ പോലീസ് സ്റ്റേഷനിലേക്ക്. ഇപ്പം നോക്കണ്ട, ഞാൻ കുറച്ച് കളരിയൊക്കെ പഠിക്കട്ടെ, കുറച്ച് ഐറ്റംസൊക്കെ പഠിക്കാനുണ്ട്, എന്നിട്ട് ഞാൻ കാളിയ പോലീസ് സ്റ്റേഷനിൽ വരും. എനിക്ക് ജീവിക്കണമെന്നൊന്നുമില്ല. ഇപ്പോഴേ എൻ്റെ പേരിൽ കേസ് കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ്, എനിക്ക് നാട്ടിലിറങ്ങാൻ പറ്റില്ല. ഓൾറെഡി കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെയും പോരാത്തതിന് ശരിക്കും എന്താണെന്നറിയോ, മുടിയോട് പിടിച്ചിട്ട് താലമിട്ട് അറുത്തിട്ട് ജയിലിൽ പോയി കിടന്നാൽ മതിയായിരുന്നു. അതാണ് ഞാൻ ഇപ്പം ഇങ്ങനെ ആലോചിക്കണം. മാസം ഇവിടെ 2 ലക്ഷം റുപ്യ ചിലവാക്കിയുണ്ട് ഈ കുട്ടികളെ നോക്കണേക്കാളും നല്ലത് ഞാനത് ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ഇത് ചെയ്യാനാ ഇപ്പം തൽക്കാലം എന്താ ഇപ്പം ഉണ്ടാക്കണത്, മറന്നു. ഇനി പിന്നെ ഉണ്ടാക്കാം. ഓക്കെ.